സ്ഥലകാലത്തിനോ സമയത്തിനോ ബാധകമല്ലാത്ത മുനസ്സഹുൻ അനി ശരീക്കായ ലൈസ കമിഥ്ലിഹി ഷൈഉൻ അല്ലാഹുവിനെ പോലെ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ പോലും തോന്നുന്ന ഒന്നുപോലെയുമല്ല അല്ലാഹു എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് റബ്ബ് പരിചയപ്പെടുത്തിയ ഒരു സൃഷ്ടാവിനെ നേരിട്ട് കാണാൻ കാത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ ഒരു യാത്രയെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മാ മിൻകും ഇല്ലാ വയുനാജി റബ്ബഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരു ഇടനിലക്കാരനില്ലാതെ, ഒരു ബ്രോക്കറില്ലാതെ, ഒരു പരിഭാഷകനില്ലാതെ, ഇടക്ക് ഒരു ഇടനിലക്കാരനില്ലാതെ നേർക്കുനേരെ നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിനോട് സംസാരിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇബ്നു അബ്ബാസ് എന്നവർ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ആ ഒരു കാഴ്ചയെ പടച്ചതമ്പുരാനെ നേരിട്ട് കണ്ട് ഓരോരുത്തരോടും കോടിക്കണക്കിന് ബില്യൺ കണക്കിന് മനുഷ്യരോട് ഒരേ സമയം സംവദിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹ്. നമ്മളെ പോലെയല്ല. നമുക്ക് 1 to 1 സംസാരിക്കുമ്പോൾ ഒരാളോടെ കഴിയുള്ളൂ. ഒന്നായിട്ട് സംസാരിക്കുമ്പോൾ എത്ര പേരോടും പറയാമെന്നല്ലാതെ അല്ലാഹു ജല്ല ജലാലു സരീഉൽ ഹിസാബ്. അല്ലാഹുവിനെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ഓരോരുത്തരോടായി വിചാരണ ചെയ്യാൻ അല്ലാഹുവിന് കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പോലെയല്ല, സൃഷ്ടികൾ ഒന്നിനെ പോലെയുമല്ല. നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തവൻ, കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മഹത്വരമായവൻ, എന്നാൽ കണ്ണുകളെ സൃഷ്ടിച്ചവൻ. വഹുവ യുദ്രികുൽ അബ്സാർ ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയ ലോകമാണിത്. ആറ്റം എന്ന് പറയുന്ന കണികളെ കൊണ്ടാണ് പ്രപഞ്ചത്തെ അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ഒരാറ്റം കണികയിൽ ശൂന്യതയല്ലാതെ ഒരു വസ്തുവായി, ടാഞ്ചിബിളായി മനുഷ്യനെ കാണാനും അനുഭവിക്കാനും കഴിയുന്നത് ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഒക്കെയാണ്. അത് കഴിഞ്ഞാൽ ബാക്കി മുഴുവനും ശൂന്യതയാണ്. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ നോക്കിയാൽ നമ്മൾ കാണുന്നതിൽ ഒരുപക്ഷെ ആ ഒരു വസ്തുവിന്റെ യഥാർത്ഥത്തിൽ 80% കാണുക സാധ്യമല്ലാത്ത അത്രയും രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രപഞ്ചം. ആ റബ്ബിനെ നേരിട്ട് കാണുക എന്നതാണ് നമ്മുടെ ആഗ്രഹം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നാളെ അല്ലാഹുവിനെ നേരിട്ട് കാണുക എന്നതാണ്. ആ കാഴ്ചക്ക് അല്ലാഹു നമുക്ക് സാധ്യമാക്കി തരട്ടെ.